ഈ ഒരു ക്യാഷ് ഓർഡർ ചെയ്യുന്ന റെസ്റ്റോറന്റിൽ നിന്നും ആ ഓർഡറിന്റെ കൂടെ ആ കസ്റ്റമർക്ക് ലഭിക്കും. ഒരു ചലഞ്ചാണ്. പക്ഷെ ഈ ഒരു മാളിനകത്ത് ആ റെസ്റ്റോറന്റ് കണ്ടെത്തുന്നതിന് 1000 രൂപയും 1 മണിക്കൂർ സമയം നമ്മൾ കൊടുക്കട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോയി നോക്കാം. പക്ഷെ ഈ ഒരു മാളിന്റെ അകത്ത് 100-ലധികം റെസ്റ്റോറന്റുകൾ ഉണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തന്നെ ഫുഡ് കോർട്ടിലാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഏകദേശം ഒരു 19 കാണാം. നമ്മൾ ഈ ഒരു ക്യാഷ് ആ റെസ്റ്റോറന്റിൽ ഏൽപ്പിക്കും. നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ നിറച്ച് റെസ്റ്റോറന്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വല്ല റെസ്റ്റോറന്റ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന വല്ല റെസ്റ്റോറന്റിലും ഹൈഡ് ചെയ്യും. അതാകുമ്പോൾ കണ്ടെത്താൻ കുറച്ച് സമയം. ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ജസ്റ്റ് കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ഇത് നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ നമ്മൾ കൊടുക്കും. ആ റെസ്റ്റോറന്റ് ചെന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾ ചെന്നിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ആ ഓർഡറിന്റെ കൂടെ മാത്രമായിരിക്കും ആ പൈസ ആൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ പൈസ ആൾക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു റെസ്റ്റോറന്റ് ആൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. 1 മണിക്കൂർ സമയം 1000 രൂപ ഉണ്ടാവുള്ളൂ. ഈ 1000 രൂപ മാത്രമേ ആൾക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ. ഈ 1 മണിക്കൂർ കൊണ്ട് ആൾ കണ്ടെത്തുകയും ചെയ്യും. നമുക്ക് ആദ്യം റെസ്റ്റോറന്റ് കണ്ടെത്താം, അതിനുശേഷം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ വ്യക്തിനെ കണ്ടെത്താം. നമുക്ക് ഈ ഒരു റെസ്റ്റോറന്റിൽ കൊടുക്കാം. റെസ്റ്റോറന്റ് അല്ല, ജസ്റ്റ് ഒരു ഇട്ടിട്ടുണ്ട്. മലയാളല്ലേ? എന്താ പേര്? എന്റെ പേര് മിഥുൻ. എന്റെ പേര് ഇടുക്കി. മിഥുൻ ബ്രോ, എന്റെ കൂടെ ഒരു കസ്റ്റമർ ഇവിടെ ഓർഡർ ചെയ്യാൻ വരും. അവരെ ഓർഡറിന്റെ കൂടെ ഈ ഒരു പൈസയും കൂടി കൊടുക്കണം. ഓക്കെ, സാധനം എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ കൊടുത്താൽ മതി. യെസ്. നമ്മള് പൈസ കൊടുത്തിട്ടുള്ളത് ഇതേ ആ ഒരു ഷോപ്പാണ്. അപ്പോ നമ്മൾ നേരെ മേലത്തെ ഫ്ലോറിൽ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് ആ വ്യക്തിനെ കണ്ടെത്തണം. ഐ മീൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തിനെ കണ്ടെത്തണം. ആരോടെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. നമ്മൾ താല്പര്യമില്ല ആ വ്യക്തിക്ക് ചലഞ്ച് കൊടുക്കാം. ഗൈസ്, നമ്മള് ഈ വീഡിയോ എടുക്കണ മുന്നേ ഓൾറെഡി ഒരാൾ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ വ്യക്തി അടുത്ത് തന്നെ പോവാം. ചലഞ്ച് താല്പര്യം ഉണ്ടോ? സോ നേരത്തെ എന്റെ അടുത്തോട്ട് വന്നോണ്ട് ഞാൻ വീണ്ടും വന്ന് ചോദിച്ചാണ്. ഗൈസ്, എന്റെ അടുത്ത് വീഡിയോ എടുക്കണം മുന്നേ ഫസ്റ്റ് വന്ന ഒരാളാണ്. പേരെന്താണ്? കഴിച്ചോണ്ടിരിക്കണം. കഴിച്ചോ? സമയമുണ്ടോ? ഞാൻ ഈ ഒരു ചലഞ്ച് പറഞ്ഞിട്ട് ജസ്റ്റ് ഓക്കെ അല്ലെങ്കിൽ ചലഞ്ചിൽ നിന്ന് ഇപ്പൊ തന്നെ മാറാം. ഓക്കെ. എന്റെ പേര് ജസ്ന. എന്റെ സ്ഥലം പത്തനംതിട്ടയാണ്. ഞാൻ ഇവിടെ ലേക്ക് ഷോറിൽ അനസ്തേഷ്യ ഡോറ്റായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഈ ഒരു മാളിന്റെ അകത്ത് ഒരു റെസ്റ്റോറന്റിൽ ഞാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ റെസ്റ്റോറന്റിൽ പോയിട്ട് ഓർഡർ ചെയ്ത് ആ ഓർഡറിന്റെ കൂടെ മാത്രമായിരിക്കും പൈസ കിട്ടുന്നത്. ഓർഡർ ചെയ്യുമ്പോഴേ പൈസ കിട്ടുള്ളൂ. യെസ്. പക്ഷെ ആ റെസ്റ്റോറന്റ് കണ്ടെത്തണം. 1 മണിക്കൂർ സമയം ഉണ്ടാവുള്ളൂ. ഓരോ റെസ്റ്റോറന്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ 1000 രൂപ തരും. ഫൈൻഡ് ചെയ്താൽ മാത്രമായിരിക്കും കേട്ടോ പ്രൈസ് കിട്ടുള്ളൂ. പിന്നെ ഈ വാങ്ങിക്കുന്ന ഫുഡുകളെല്ലാം കഴിക്കുമ്പോ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. ടൈം സ്റ്റാർട്ട് ചെയ്യണേ? സ്റ്റാർട്ട് ചെയ്തു. റെഡി. ഫസ്റ്റ് സിറ്റിംഗിലോട്ട് അധികം ടൈം എടുക്കാണ്ട് ഒരു പെപ്സി തരാൻ പറ്റുമോ? ഒരു പെപ്സി. അതാണ് ഡീൽ ചെയ്യണം. നമുക്ക് ജിപേ ചെയ്യാൻ പറ്റും. ആ പൈസ തന്നെയാണ് ചെലവാക്കേണ്ടത്. ഒരു റെസ്റ്റോറന്റ് വാങ്ങിച്ചിട്ടുണ്ട്. 94 ആയി. ടൈമില്ല, പെട്ടെന്നായിരിക്കും. 2 മിനിറ്റ് ആയി. എങ്ങനെ? ഒരു ഫ്രഷ്. അധികം ടൈം എടുക്കോ? വേഗം തരാൻ പറ്റുമോ? ഇനി 4 മിനിറ്റല്ലേ ഉള്ളൂ. ഇനി ബാക്കിയില്ലേ 54. എല്ലാം കൂടെ കഴിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. സമയം ചേട്ടൊന്ന് ഫാസ്റ്റ് ആക്കാൻ പറയുവോ? ഈ സമയത്ത് വേണമെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചൂടെ? ശരിയാ, വേറെ സ്ഥലത്ത് പോയിട്ട് ഓർഡർ ചെയ്യാനല്ലേ? ഇങ്ങോട്ടേക്ക് പോവാം. എല്ലാ റെസ്റ്റോറന്റിലും പോകാനുള്ളൂ. തൊട്ടടുത്ത് ചേട്ടാ ഒരു ക്രിസ്പി പൊട്ടറ്റോ ബൈറ്റ്. മൂന്നാമത്തെ റെസ്റ്റോറന്റ് പെട്ടെന്ന് എടുത്ത് തരുമോ? ലേറ്റ് ആവില്ലേ? ഓക്കെ. സോ ആദ്യം ഓർഡർ ചെയ്ത ഓർഡർ റെഡി ആയിരിക്കുന്നു. ചേട്ടാ ഇവിടെ പെട്ടെന്ന് കിട്ടുന്ന എന്താ ഉള്ളത്? ഒരു ബ്ലാക്ക് ടീ പെട്ടെന്ന്. എത്ര എമൗണ്ട്? 25. ഒരു ഫ്രൈസ് ഉണ്ടായിരുന്നു, കൂട്ടി കഴിച്ചൂടെ? വേണ്ട, ഇതല്ലാണ്ട് കഴിക്കാം. ഫ്രൈസ് ഓർഡർ ചെയ്തിരുന്നു. നമുക്ക് ഒരു ഓപ്ഷൻ കൂടി വെക്കാം. അതായത് ആള് റാൻഡംലി ആളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ റെസ്റ്റോറന്റിലേക്ക് ആളെ പറഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പേയ്മെന്റ് അവർ ഡിവൈഡ് ചെയ്യണ്ടേ? ഒരു ഓപ്ഷൻ ചോദിച്ചു നോക്കാം. അവർക്ക് വില്ലിംഗ് ആണെങ്കിൽ ചെയ്യാം. ഒരു ഓപ്ഷൻ തരാം. റാൻഡംലി ഒരാളെ സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഈ ഒരു ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി കഴിക്കാനും കണ്ടുപിടിക്കാൻ വേണ്ടി ഒരാളെ ഹെൽപ്പിന് കണ്ടുപിടിക്കാൻ. ആരെ കണ്ടുപിടിക്കൂ? എക്സ്ക്യൂസ് മീ, ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ? എന്റെ കൂടെ ഫുഡ് കഴിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ കുറച്ച് ഫുഡ് കഴിച്ച് ഹെൽപ്പ് ചെയ്യോ? ആരും പെട്ടെന്ന് സമയം പോകുന്നു. ആദ്യം എന്റെ ഫ്രൈസ് കഴിക്കണം. പെട്ടെന്ന് വാ, ഇത് കഴിച്ച് തീർക്കാം. അപ്പോഴേക്കും ഞാൻ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി അടുത്ത സാധനം ഓർഡർ ചെയ്തിട്ട് വരാം. നീ കഴിച്ചു തീർക്കണം. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നില്ല ഗൈസ്. ഇപ്പൊ തന്നെ കഴിക്കാൻ പറ്റുന്നില്ല.
14ന്റെ മോസില്ലേ ഇവര് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ നേരെ അവരോട് കൊടുക്കാം. കഴിച്ചോ 21 മിനിറ്റ് ആയിരിക്കും ഗൈസ്. ഞാൻ ഈ മാള് മൊത്തം ഓടിക്കൊണ്ടിരിക്കും. ഏറ്റവും റേറ്റ് കുറഞ്ഞ എന്താ ഉള്ളത്? അല്ല അങ്ങനെയല്ല, ഏറ്റവും റേറ്റ് കുറഞ്ഞ എന്തേലും മതി. ഇപ്പോൾ നമ്മളെ റെസ്റ്റോറന്റ് അടുത്തെത്തിയിട്ടുള്ളത് 22 മിനിറ്റ് കൊണ്ട് ഏകദേശം ആള് 6ാമത്തെ റെസ്റ്റോറന്റ് എത്തിയിരുന്നു. ആണോ എടാ നീ ഇവിടുന്ന് എണീറ്റ് ആറ്റ തുടങ്ങാൻ ആ സൈഡിലോട്ട് വന്നിരിക്കും ഇതും കൊണ്ട്. എടാ പോടാ ഒന്നും അങ്ങോട്ടേക്ക് വാ. എന്നാ ഇത് കഴിക്കണം. ഡൊമിനോസില് കേറിയതല്ലേ ഓർമ്മയില്ല. ചിക്കിങ്ങില് കേറി. പിസ്സ ഹട്ട്. റേറ്റ് കുറഞ്ഞ എന്താ ഉള്ളത്? എവിടെ ഹെൽപ്പ് ചെയ്യുന്ന ആളോടെ? ഹെൽപ്പ് ചെയ്യുന്ന ആള് മിസ് ചെയ്തേ. ആളടക്കം ഒരു ഫോക്കസ് ഉണ്ടോ? എടാ മിറിണ്ട വേണം 7up വേണോ കുടിക്കാൻ? അല്ല 7up പെട്ടെന്ന് പറഞ്ഞേ. അവന് ഫുഡ് കഴിച്ച് ഒരു പരിവായി. എങ്ങനെയുണ്ട് ചാലഞ്ച്? തിന്നാൻ വരുന്നുണ്ടാ? പതിയെ തിന്നാ മതി, ഞാൻ കൊണ്ടുതരാം. നീ പതിയെ തിന്നാ മതി. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? അരമണിക്കൂറുണ്ട്. ഞാൻ ഈ എല്ലാ ചെറിയ സാധനങ്ങളും നിനക്ക് ഞാൻ വാങ്ങിച്ചു തരുന്ന. എനിക്ക് വയറ് ഫുള്ളായ നിന്റെ ഇതിലെ കൂട്ടുകാരന്മാരെ പറയണേ. ഇല്ല അവന്റെ കൂട്ടുകാരെ പറ്റൂല, വേറെ വേണം. ഓക്കെ അവര് ഫുഡ് കഴിക്കാതെ നടക്കുന്നേ. അത് കഴിച്ച് കംപ്ലീറ്റ് ചെയ്തതിൽ ഔട്ടാവും. ആളവിടെ ഫുഡ് വെച്ചിട്ടാണ് പോകുന്നത്. എടുത്തു വെക്കോ ഇപ്പൊ വരാം. ആക്ച്വലി നീ കഴിക്കണം. നീ എവിടെയെങ്കിലും ഇരുന്നോ? ഞാൻ ആക്ച്വലി ഇത് കഴിച്ചല്ല, അവിടെ ഉള്ളതും കഴിച്ച് കംപ്ലീറ്റ് അല്ല. ഇവിടെ ഓർഡർ ചെയ്താ? അവിടെ ഓർഡർ ചെയ്ത്. ഓക്കെ, അതിന് വെയിറ്റിംഗ് സമയം എത്ര പറഞ്ഞിട്ടുള്ളത്? 362 ആണ് ഓർഡർ നമ്പർ. നമുക്ക് എന്തായാലും 5 മിനിറ്റ്സ് ആവും. അതുവരെ ഇവരിപ്പോ ഓർഡർ ചെയ്ത ഫുഡിന്റെ അവസ്ഥ നോക്കിയേക്കാം. നീ അതൊക്കെ കഴിക്കേ, പെട്ടെന്ന് കഴിക്കാൻ. പെട്ടെന്ന് കഴിച്ച് തീർക്കും. വേറെ ആരെങ്കിലും ചൂസ് ചെയ്യണോ? അവിടെ ബർഗർ ഓർഡർ ചെയ്തിരിക്കുന്നത്. വേറെ ആരെങ്കിലും ചൂസ് ചെയ്യണോ? പറ. അറ്റ് എ ടൈം രണ്ടുപേരെ ചൂസ് ചെയ്യാൻ പറ്റുമോ? എത്ര പേരാണ് ചൂസ് ചെയ്യാം? ഞാൻ വേറെ ആളെ നോക്കട്ടെ, സമയമില്ല. ഓക്കെ ഓക്കെ, ഇത് കഴിച്ച് തീർത്തിട്ട് ഞാൻ അടുത്ത ആളെ കണ്ടുപിടിച്ചോളാം. പെട്ടെന്ന് കഴിച്ച് തീർക്കും. ഫുഡ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? നിനക്ക് ആർക്കെങ്കിലും ഫുഡ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അല്ല, അവനാണെങ്കിൽ അത് കഴിച്ചിട്ട് കിറ്റ് ചെയ്യുവാണല്ലോ, അവന് പറ്റൂല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവന് ആ ബർഗറോടെ കഴിച്ചാൽ അത് കഴിഞ്ഞിട്ട് ബാലൻസ് മുതൽ വേറെ ഒരാളെ നോക്കാൻ വേണ്ടിട്ടാ. ഓക്കെ, അപ്പൊ കൂടുതൽ ആളെ ആടുന്നോറും അതിലുണ്ടാകുന്ന ഇമ്പാക്ട് അറിയാലോ. അറിയാം. ലാസ്റ്റ് ഞങ്ങൾക്ക് ഒന്നും ഇല്ലാതായി മാറരുത്. അതെ, നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആരാ? നിങ്ങളെല്ലാരും എന്തെങ്കിലും കഴിച്ചവരാണോ? ഫുഡ് കഴിക്കോ? കഴിച്ചു തീർക്കണം, ഒന്നും ബാലൻസ് വെക്കരുത്. അവിടെ ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കഴിക്കാം. എവിടെയായിരുന്നു ഓർഡർ ചെയ്തെന്ന് മറന്നുപോയി. എവിടെയായിരുന്നു മറന്നുപോയി. സമയം എത്ര മിനിറ്റ്? സമയം 34 മിനിറ്റ്. 26 മിനിറ്റ് ഉള്ള ആളെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആളെ പേര് ഷഹാൻ ഷാമിസ്. ജയിപ്പിക്കണം. ഓ, ഞാൻ നീ കിറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത ആളെ നീ കഴിച്ചോ. എങ്ങനെ എന്നാ താഴെ നോക്കാം. അല്ലെങ്കിൽ മോമോസ് എന്തെങ്കിലും ഇവിടെയും വരാട്ടോ. വാ, മോമോസിൽ പോയിട്ട് തന്നെ പോ. മാംഗോ ബോബ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ മിന്റ് മൊഹിറ്റോ മതി. ബാലൻസ് 300, 350, 401. 401 രൂപ ബാലൻസ്. അതെ, 60 രൂപ. 5 മിനിറ്റ് ഉണ്ട് വെയിറ്റിംഗ് ടൈം. 5 മിനിറ്റ്. അപ്പോഴേക്ക് വേറെ നോക്കാം. സെക്കൻഡ് ഫ്ലോർ. അത് അവനോടൊന്ന് പറഞ്ഞിട്ട് പോയി ഇവിടുന്ന് വാങ്ങണം. പോയോ? അത് പ്രശ്നമുണ്ടോ? അത് പ്രശ്നമാണ്, എന്നാലും കുഴപ്പമില്ല. അറിയാതെ പോയതല്ലേ. വാവ് മോമോസിന് ഒരു മിന്റ് മൊഹിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നീ വാങ്ങിച്ച് കുടിക്കണം. അപ്പോഴേക്ക് ഞാൻ താഴെ പോയിട്ട് ഏതെങ്കിലും റെസ്റ്റോറന്റ് ഉണ്ടാ നോക്കിട്ട് വരാം. ഓക്കെ, ഡൺ. ഇപ്പൊ പൈസ തരും, എല്ലാം ക്ലോസ് ആവുമ്പോ. ഇങ്ങോട്ട് ഒന്നുമില്ല, ഇങ്ങോട്ടേക്കോ. ഓൾമോസ്റ്റ് ഒക്കെ കവർ ചെയ്തു. ഇവിടെ റെസ്റ്റോറന്റ് ഇവിടെ താഴത്തും 2-3 റെസ്റ്റോറന്റ് അവിടെ പോയിട്ട് വേണമെങ്കിൽ വരാം. പക്ഷേ ഇനി എന്തായാലും അവിടെ ഒക്കെ പോവാനുള്ള ഫണ്ട് ഇല്ല കയ്യില്. ക്രഞ്ച് നട്ടിന്റെ മഞ്ച്. ഇനി എങ്ങോട്ടതാ ആലോചിക്കുന്നേ? താഴോട്ടാണോ? ഇവിടുന്ന് എന്തേലും വാങ്ങിയിട്ട് അവനോണ്ട് കൊടുക്കാം. അല്ല, ഒന്നും വേണ്ട. വാങ്ങിക്കാന്നില്ല? വേണം, ഒരു മിനിറ്റ്. സിംഗിൾ പീസ് ആയിട്ട് കിട്ടോ? വാങ്ങിക്കുന്നില്ല? വേണ്ട, എന്തായാലും എന്തെങ്കിലും വാങ്ങിട്ടോ.
നമ്മളെ റെസ്റ്റോറന്റ് ഇതിന്റെ ഒരു തപ്പിക്കൊണ്ടിരിക്കുന്നത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിന് ആദ്യത്തെ റെസ്റ്റോറന്റിലും വെക്കാൻ ചാൻസ് ഇല്ല. അതേ ഉണ്ടാവും, പക്ഷെ ഈ പൈസ തീരാറായി. ഒരു മിനിറ്റ്, ഞാൻ ഫോൺ എത്തില്ല, ഉമ്മ വിളിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞോ, ഇവിടെ കുഴപ്പമില്ല. ഹലോ, സ്റ്റാർബക്സിൽ 240 കിട്ടുന്നുണ്ടാവില്ലല്ലോ. അറിയില്ല, നോക്കി നോക്ക എന്തായാലും. എവിടെ സ്റ്റാർബക്സോ? സ്റ്റാർബക്സ്, പക്ഷെ സ്റ്റെയർ എവിടെ? സ്റ്റെയർ ആക്ച്വലി ഒന്നും കൂടെ തിങ്ക് ചെയ്തോ, നീ ഒന്ന് ആലോചിച്ച് നോക്കാം. കൺഫ്യൂസ്ഡ്, പക്ഷെ ഈ പൈസ ഇല്ലല്ലോ. സമയം ഇനി 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 45 മിനിറ്റായി. തിരിച്ചു വന്നുകൊണ്ടിരിക്കണല്ലോ. ഈ സ്റ്റാർബക്സിലാവാൻ ചാൻസ് ഉണ്ടോ? ഇങ്ങനെ കൺഫ്യൂഷൻ ആകല്ലേ. ചിലപ്പോ താഴെ ആവാനും ചാൻസ് ഉണ്ട്. ഹായ് ബ്രോ, പേരെന്താ? ഓ, ആദ്യമായിട്ടല്ലേ കാണുന്നത്? സുഖാണോ? ഇവിടെ ഉണ്ടാവോ? ഇവിടെ കൊറേ കണ്ടിട്ട്. ഈ റെസ്റ്റോറന്റ് കൊറേ തുടങ്ങിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇവിടെ വരുന്നത്, ഫസ്റ്റ് ടൈം. ചേട്ടാ ഇതിൽ ഏറ്റവും കുറഞ്ഞത് ഏതാ? ചേട്ടാ ഒന്ന് പെട്ടെന്ന്. താങ്ക് യു. കിട്ടിയിരിക്കുന്നു. അതെ, ആദ്യം കിട്ടിയൊക്കെ വന്നാ മതിയായിരുന്നു. ആദ്യം ഇവിടെ 2 കഫേ ഉണ്ടായിരുന്നു. ആള് ശരിക്കും എക്സൈറ്റഡ് ആയിരിക്കുന്നു. എന്തെങ്കിലും പറയണ്ടാവും? ഹാപ്പി? അതെ, ഹാപ്പി. പക്ഷെ ചലഞ്ച് ആയിട്ടില്ല, കഴിക്കണം. ഇനി 13 മിനിറ്റുള്ളിൽ ഫുഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. സന്തോഷമുണ്ട്, പക്ഷെ ഒന്ന് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. അവനാണ് ഏക പ്രതീക്ഷ. എടാ ഒന്ന് കഴിച്ചു തീർക്കോ പെട്ടെന്ന്, അതും ഇതും കൂടെ. അന്ന് നമ്മുടെ കഴിഞ്ഞ് 10 മിനിറ്റ് ഫാസ്റ്റ്. 10 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. 9 മിനിറ്റ് കൊണ്ട് കഴിച്ചോ. നിന്റെ പേരെന്താന്ന് പറഞ്ഞ്? സ്ഥലം എവിടെ? എവിടെ? കോട്ടച്ചിലാണോ? ഓക്കെ, ഫിനിഷ്. സമയം ഇനി ഒരു ഏകദേശം 5 മിനിറ്റ് കൂടെ ഉള്ളു ബാലൻസ്. അതിന് മുമ്പിൽ കംപ്ലീറ്റ് ആയി. പൈസ എത്ര രൂപ ബാലൻസ് ഉണ്ട്? ബാലൻസ് 20, 30, 40, 41, 44, 45, 46 പ്ലസ് 100, 146 രൂപ. 146. ഇതോട്ട് വേണമെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ ഇനി വേണോ? വേണ്ട, മതി. അതെന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും കുടിക്കാൻ? ഓക്കെ, ഇനി നിങ്ങളെ ഇഷ്ടത്തിനാണെങ്കിൽ ചെലവാക്കാം. സോ ഓൾറെഡി നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു. ചലഞ്ചസ് കംപ്ലീറ്റ്. ടൈം ഈസ് ക്ലോസ് ആയി. വിൻ ചെയ്ത പ്രൈസ് ഒന്നും ഉണ്ടെങ്കോ? 5,000. Yes. എന്തായാലും ഹെൽപ്പ്. അല്ല, എനിക്ക് ഒരു മിനിറ്റ്. അവനൊരു 100. ഓക്കെ, അവൻ എന്തായാലും ആദ്യം നമ്മളെ ഹെൽപ്പ് ചെയ്ത് അവനാണ്. അവനൊരു 1000 കൊടുക്കാം. ഓക്കെ, 1500 ആൾ കെട്ടിയിരിക്കുന്നു. ഫിനിഷ്. എന്തെങ്കിലും പറയണ്ട? നാളെ പൈസ എന്റെ പൈസ അല്ല. എന്നെ കണ്ടെത്തിയതിന് താങ്ക്സ്. പിന്നെ നമ്മളെ ആദ്യം ഫുഡ് കഴിക്കാൻ ഹെൽപ്പ് ചെയ്തവനായിരുന്നു. ഇവന് ഒരു 1000. ഹാപ്പി ആയ? നിന്റെ പേരെന്താ? സൂര്യ. സ്ഥലം എവിടെ? ഓക്കെ, ഞാൻ പത്തനംതിട്ടയാണ്. ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതും അത് വിൻ ചെയ്യാൻ പറ്റിയതും ഡബിൾ ഹാപ്പിനെസ്. ആ ലൊക്കേഷനിൽ ചിലപ്പോ തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ റിഗ്രറ്റ് ആയനെ അവിടെ ആയിരുന്നു എങ്കിൽ കുഴപ്പമില്ല. അതെ, ചിലപ്പോ ഉമ്മാന്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും ഉമ്മ ഫോളോ ചെയ്യുന്നുണ്ടിരിക്കാൻ. ഞാൻ പറഞ്ഞു ഉബൈദിക്ക ഉണ്ട്, അതുകൊണ്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. അപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നിട്ട് ഓർഡർ ചെയ്യുന്നത്. എന്നാലും അടിപൊളി. ഉമ്മാന്റെ പ്രവർത്തനം കൊണ്ടായിരിക്കും ആ ഒരു ടൈമിലാണ് കിട്ടിയത്. അതെ, ജസ്ന അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ജസ്നക്ക് പകരം വേറൊരാളാണ് ആ ഭാഗത്തെങ്കിൽ ചിലപ്പോ ഇത്രത്തോളം ഇങ്ങനൊരു ഞാൻ ഉദ്ദേശിച്ച പോലെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിന്റെ അപ്പുറമായിരുന്നു ജസ്ന ചെയ്തത്. ഗുഡ്, അടിപൊളിയായിട്ട് എല്ലാം ടൈം മാനേജ്മെന്റ് കറക്റ്റ് ചെയ്തു. അതുപോലെ പൈസ മാനേജ്മെന്റും കറക്റ്റ് ചെയ്തു. എല്ലാം അടിപൊളിയാക്കി ചെയ്തു. അതുപോലെ 2 പേരെ ഹെൽപ്പിന് വിളിച്ചു. ആ ഹെൽപ്പിന് വിളിച്ച 2 വ്യക്തികളും അടിപൊളിയായിരുന്നു. നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തതാ. നിങ്ങൾ നല്ലൊരു പ്രോപ്പർ സപ്പോർട്ട് ആൾക്ക് കൊടുത്തു. അല്ലെങ്കിൽ ആൾക്ക് ഇവിടെ എത്താനേ പറ്റൂലായിരുന്നു. അതെ, ഇത് ഞാൻ ആദ്യം പറ്റുന്നുണ്ടായില്ല. ഞാൻ ആദ്യം ഫുള്ള് വെള്ളമാണ് കുടിക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ഒരുമാതിരി വോമിറ്റിംഗ്. എല്ലാത്തിനും നിങ്ങളൊക്കെ ഒരു പക്ക സപ്പോർട്ട് കൊണ്ടാണ് അത് ശരിക്കും വിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയൊരു കണ്ടന്റ് ഐഡിയ ആണ് ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ആക്ച്വലി വീഡിയോന്റെ നമുക്ക് സപ്പോർട്ട് ഒന്നും ചെയ്യുന്ന ഒരു പുള്ളുണ്ടായിരുന്നു ഈ ഷോപ്പില്. ബ്രോ മറ്റേ പുള്ളി പോയാ?
ഒന്ന് വിളിക്കുവാനേ. പോട്ടെ, കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഓക്കെ, കയ്യിൽ വെച്ചോ. ആ കുഴപ്പമില്ല. ഇല്ല, അത് എന്റെ ജസ്റ്റ് നീ എന്നെ സപ്പോർട്ട് ചെയ്തതിന്. ഓക്കെ, ഒരു ഫോട്ടോ എടുത്താലോ? ആ താങ്ക്. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, കാണണം എന്തായാലും. ഈ സപ്പോ ബൈ.